ചെറിയൊരു ടോപ്പാണ്. ഇതിൻ്റെ കൈക്ക് നീളം കൂടുതലാണ്. ഇത് നീളം കുറച്ചിട്ട് എംബ്രോയ്ഡറി കയറ്റി പിടിപ്പിക്കണം. ഇതേപോലെ ഫിനിഷിങ്ങിൽ തയ്യൽ തുമ്പ് കാണാതെ എങ്ങനെ എംബ്രോയ്ഡറിയും പോകാതെ എങ്ങനെ തയ്ക്കാമെന്ന് നോക്കാം. ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ഈ റെഡിമെയ്ഡ് ടോപ്പാണിത്. ഇതിൻ്റെ കൈയുടെ ഇറക്കം 16 ഉണ്ട്. അപ്പം ഇത്രയും വേണ്ട, നമുക്കൊരു 10 മതി. അപ്പം അതിനായിട്ട് 10 വെച്ച് തയ്യൽ തുമ്പ് 10 അടയാളപ്പെടുത്തുക. 1 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ച് അടയാളപ്പെടുത്തണം. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഈ എംബ്രോയ്ഡറി പോകാതിരിക്കാനായിട്ട് ഇവിടെ നിന്ന് ഒരു 1 ഇഞ്ച് തയ്യൽ വെച്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് വെട്ടിയെടുക്കാം. ഇവിടെ ടോപ്പിൻ്റെ ചീത്ത വശവും എംബ്രോയ്ഡറിയുടെ നല്ല വശവും ഒരേപോലെ വരണം. മനസ്സിലായ? എംബ്രോയ്ഡറിയുടെ ടോപ്പിൻ്റെ ചീത്ത വശവും എംബ്രോയ്ഡറിയുടെ നല്ല വശവും ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് തയ്ച്ചെടുക്കാം. എങ്കിൽ മാത്രമേ ഇങ്ങോട്ട് മറിച്ചിട്ട് തയ്ക്കുമ്പോൾ എംബ്രോയ്ഡറി ഇങ്ങനെ വരുള്ളൂ. കണ്ട? അപ്പോൾ തയ്യൽ തുമ്പ് ഉള്ളിൽ പോവുകയും ചെയ്യും. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. കണ്ട? അപ്പോൾ അത് തയ്യൽ തുമ്പ് കണ്ട ഉള്ളിൽ പോയ കണ്ട ഇങ്ങോട്ട് മറിച്ചിട്ടിട്ട് ഇവിടെ മറിച്ചിട്ടത് ഇതേപോലെ ഇങ്ങോട്ട് മറിച്ചിട്ടിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യണം. കണ്ട? തയ്യൽ തുമ്പ് ഓക്കെ. കണ്ട? ഇപ്പോൾ റോമിലെ വീഡിയോയിൽ തയ്യൽ തുമ്പ് കണ്ടിട്ടില്ലല്ലോ. കണ്ട? ഇതേപോലെ ഫിനിഷിങ്ങിൽ ഇങ്ങനെ തയ്ച്ചെടുക്കാം. തയ്ച്ച് കഴിഞ്ഞപ്പോൾ രണ്ടും ഒരേപോലെ കണ്ട ആയിരിക്കും. ഇങ്ങനെ ഇരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണേ.